ചക്രവർത്തി ലക്ഷണങ്ങളോടുകൂടിയ പുത്രനെ ഉൽപ്പാദിപ്പിക്കണമെന്നായിരുന്നു സത്യവതിയുടെ നിർദ്ദേശം. എങ്കിലും ഉൽപ്പാദിപ്പിക്കപ്പെട്ടപ്പോൾ ചക്രവർത്തി ലക്ഷണങ്ങളുള്ള പുത്രൻ ചക്രവർത്തിയാവാൻ സാധിക്കാത്ത ഒരു വർണ്ണത്തിലാണ് സംജാതനായത്. അപ്പോൾ അവിടെ ഒരു വിധി വൈപരീത്യമുണ്ട്. ഈ വിധി വൈപരീത്യം പലപ്പോഴും ദൈവം എന്നുവെച്ചാൽ ഭാഗ്യം, മഹാഭാരതത്തിൽ ദൈവം എന്ന വാക്ക് ഭാഗ്യം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ ഗോഡ് എന്ന അർത്ഥത്തിലല്ല, ഈശ്വരൻ എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ ദൈവപൗരുഷങ്ങൾ എന്ന് പറഞ്ഞാൽ പൗരുഷത്തിൻ്റെ നേരെ വിപരീതമായ അർത്ഥമാണ് ദൈവം എന്നതിനുള്ളത്, അല്ലാതെ ഈശ്വരൻ എന്ന അർത്ഥത്തിൽ മഹാഭാരതത്തിൽ ദൈവം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടേയില്ല ഒരിടത്തും. അപ്പോൾ ദൈവം അല്ലെങ്കിൽ ഭാഗ്യം സത്യവതിയുടെ സങ്കല്പത്തിന് എതിരായി പ്രവർത്തിച്ചു. അങ്ങനെ എതിരായി പ്രവർത്തിക്കുമെന്ന് വ്യാസൻ അറിയാമായിരുന്നു. അപ്പോൾ ചക്രവർത്തി ലക്ഷണങ്ങൾ തികഞ്ഞ സർവജ്ഞനായ, ബുദ്ധിയിലും മേധാശക്തിയിലും നിരീക്ഷണ ശക്തിയിലും എല്ലാവരേക്കാളും മുൻപനായ പുത്രൻ വൃഷലിയിൽ അല്ലെങ്കിൽ ശൂദ്രസ്ത്രീയിലാണ് ജനിച്ചത്. അപ്പോൾ നാലാമത്തെ വർണ്ണമായതുകൊണ്ട് ആ നാലാമത്തെ വർണ്ണത്തിൽപ്പെട്ട ശൂദ്രന് രാജ്യം ഭരിക്കാൻ അന്നത്തെ നിയമപ്രകാരം സ്മൃതി അനുസരിച്ച് അധികാരമില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ അടങ്ങി കഴിയേണ്ടി വന്നു. സത്യവതിയെ വ്യാസൻ സന്ദർശിച്ചപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം വിതുരരെ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ചെല്ലുമ്പോൾ ചോദിച്ചു, ചക്രവർത്തി ലക്ഷണങ്ങൾ തികഞ്ഞ പുത്രനെ എനിക്ക് കിട്ടുമല്ലോ നമ്മുടെ വംശത്തിൻ്റെ നിലനിൽപ്പിനും രാജ്യത്തിൻ്റെ ഭരണത്തിനും. പറഞ്ഞ് കിട്ടുകയില്ല. ലക്ഷണ സമ്പൂർണനായ സർവജ്ഞനായ പുത്രൻ ജനിക്കും, പക്ഷെ അത് വൃഷലിയിലായിരിക്കും, ശൂദ്ര സ്ത്രീയിലായിരിക്കും. അതുകൊണ്ട് അയാൾക്ക് രാജ്യം ഭരിക്കാനുള്ള അവകാശം സ്മൃതി നിഷേധിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ജനിക്കുന്ന ആദ്യത്തെ അംബികയിൽ ജനിക്കുന്ന ധൃതരാഷ്ട്രരും രണ്ടാമത്തെ അംബാലികയിൽ ജനിക്കുന്ന പാണ്ഡവും ഓരോ തരത്തിൽ രാജ്യം ഭരിക്കുന്നതിന് അയോഗ്യരാണ്. എങ്കിലും അവരിൽ രണ്ടാമത്തെയാൾ താരതമ്യേന അയോഗ്യത കുറഞ്ഞയാൾ രാജ്യം ഭരിക്കേണ്ട സ്ഥിതി ഉണ്ടാവും എന്ന് വ്യാസൻ പറഞ്ഞു.